ഓം ശാന്തി. ഡ്രാമ ബാബയുടെ മധുരമായ മഹാവാക്യത്തിൽ നിന്ന് ഡ്രാമയാകുന്ന മാതാവിനെ, ആ മാതാവിൻ്റെ കൈപിടിച്ച് മഹാവീരനായി ജീവിതയാത്ര വിജയിയായി പൂർത്തീകരിക്കാനും ബാബ എത്ര സുന്ദര മധുര മഹാവാക്യങ്ങളാണ് നമുക്ക് തന്നത്. ഡ്രാമ ആ വാക്കിൽ തന്നെ ഉണ്ടല്ലോ, ഡ്രാമ മാതാവാണ്. ഡ്രാമയുടെ ജ്ഞാനം ഒരു മാതാവിനെ പോലെ നമുക്ക് സാന്ത്വനമേകും. തളരുമ്പോഴെല്ലാം തലോടലായി മാറും. പരിഭ്രമത്തിന്റെ സാഹചര്യങ്ങൾ, പരിഭ്രാന്തിയുടെ സാഹചര്യങ്ങൾ വരുമ്പോഴെല്ലാം നമുക്ക് ശക്തി പകരും. വികാര വിക്ഷോഭങ്ങളിൽ മുങ്ങിപ്പോകാതിരിക്കാൻ വിവേകത്തിന്റെ കരുത്തേക്കും ഡ്രാമയുടെ ജ്ഞാനം അല്ലേ? നമ്മൾ ബാബയുടെ വീട്ടിൽ വന്ന് പ്രാഥമിക കോഴ്സ് രാജയോഗ സപ്താഹത്തിന്റെ 7 ദിനത്തിലെ കോഴ്സ് കേൾക്കുമ്പോൾ തന്നെ ആത്മാ പരമാത്മാ കഴിഞ്ഞാൽ 3-ാമത്തെ ദിവസം അല്ലെങ്കിൽ 4-ാമത്തെ ദിവസം നമുക്ക് ഡ്രാമയുടെ ജ്ഞാനമാണ് ബാബ പകർന്നു തന്നത്. പക്ഷെ ഡ്രാമയുടെ ജ്ഞാനം എന്ന് പറയുമ്പോൾ ഇപ്പോ നമ്മുടെ കുട്ടികള് ഡ്രാമ സത്യയുഗം, ത്രേതയുഗം, ദ്വാപരം, കലിയുഗം, ഇപ്പൊ സംഗമയുഗം, ശേഷം നമ്മൾ വീട്ടിൽ പോകും, വീണ്ടും സത്യയുഗം വരും. ഇത് മാത്രമാണ് ഡ്രാമയുടെ ജ്ഞാനം എന്ന് ഒരിക്കലും വിചാരിക്കരുത്. ഡ്രാമ ഒരു മാതാവായി മാറുന്നത് എപ്പോഴാണ്? ഡ്രാമയുടെ ജ്ഞാനം ഒരു ദിവസം ഡയറിയിലിരുന്ന് എഴുതി നോക്കണം. ഡയറി നമുക്ക് ഈ 3 മാസം വിശേഷ സൈലൻസിന്റെ തപസ്യ പറഞ്ഞിരിക്കുകയല്ലേ, മെയ്, ജൂൺ, ജൂലൈ. ഒരു ദിവസം ഇത് മാത്രം ഒരു തപസ്യയായിട്ട് ചെയ്യൂ. ഡ്രാമയുടെ ജ്ഞാനം എങ്ങനെ ഒരു മാതാവിനെ പോലെ എനിക്ക് ശക്തി പകരും, പാലന തരും, കരുത്തേക്കും. എങ്ങനെ ഡ്രാമയുടെ ജ്ഞാനം കൊണ്ട് നമ്മള് വിജയികളായി മാറും. ഓരോ പോയിന്റും എഴുതുകയും ഓരോ പോയിന്റും നമ്മൾ ആവർത്തിച്ച് ഒരു 41 തവണ അല്ലെങ്കിൽ 108 തവണ എഴുതി നമ്മുടെ ഉള്ളിൽ എഴുതുകയും ഫീൽ ചെയ്യുകയും, വെറും എഴുതല് മാത്രമല്ല, ഒരു യോഗയുക്തമായ സുമാനം എഴുതലായി ഡ്രാമയുടെ ജ്ഞാനത്തെ ഉപയോഗിച്ച് മാത്രം നമ്മൾ ഒരു ദിവസത്തെ നമ്മുടെ ജ്ഞാന യോഗ തപസ്യ പട്ടി ചെയ്യണം. ഒരു വ്യക്തിഗത പട്ടി. ഇപ്പൊ നമുക്കതില് ഡ്രാമ മാതാവാകുന്ന കുറച്ച് ജ്ഞാനബന്ധുക്കളെ കുറിച്ച് ചിന്തിക്കാം. ഡ്രാമയുടെ ജ്ഞാനത്തില് ബാബ തന്ന ഏറ്റവും വണ്ടർഫുൾ നോളജാണ് ജീവിത നാടകം അല്ലേ? ജീവിതം നാടകമാണ്. ഈ നാടകം സ്ക്രിപ്റ്റഡ് ആണ്, എഴുതി കഴിഞ്ഞതാണ്. നാടകത്തിന്റെ കഥ ഓൾറെഡി സ്ക്രിപ്റ്റഡ് ആണ്. അതുകൊണ്ട് ഈ നാടകത്തിൽ നമുക്കൊന്നും മാറ്റാനും തിരുത്താനും കഴിയുകയില്ല. ഉണ്ടാക്കപ്പെട്ട നാടകം, സ്ക്രിപ്റ്റ് എഴുതിയ നാടകം നമ്മൾ ഓരോരുത്തരും അഭിനയിക്കുകയാണ് അല്ലേ? അതിലും ബാബ എന്താ പറഞ്ഞേ? ഈ നാടകം 5000 വർഷത്തിന്റെ സ്റ്റോറിയാണ്. നാടകത്തിന്റെ കാലയളവ് 5000 വർഷമാണ്. ഓരോ 5000 വർഷം കഴിയുമ്പോഴും ഈ ജീവിത നാടകം തനിയാവർത്തനം നടക്കുന്നത്. അതാണ് ബാബ നൽകിയ വണ്ടർഫുൾ നോളേജ്. തനിയാവർത്തനം. അനാദിയും അവിനാശിയുമായ ഡ്രാമ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ തനിയാവർത്തനം എന്ന ബാബയുടെ പദം, ആ വാക്ക് തന്നെ നമുക്ക് എത്ര ശക്തിയെ തരുന്നത്.
അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ഫീൽ ചെയ്യും? നത്തിങ് ന്യൂ, ഒന്നും പുതിയതല്ല. ഞാനൊന്നൊരു പരീക്ഷയ്ക്ക് പോവാണ്, ഒരു ഇന്റർവ്യൂവിന് പോവാണ്, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ പറയില്ലേ, ഇന്ന് ആദ്യമായിട്ട് ഈ കാര്യം ചെയ്യാൻ പോകണം, അയ്യോ ഭഗവാനെ അറിയില്ല. പരിഭ്രാന്തിയുടെ ആവശ്യമില്ല. കാരണം എന്താ? ബാബ പറയണ എന്താ? തനിയാവർത്തനമാണ്. ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് വർഷങ്ങള് അല്ലെ തവണ നമ്മൾ ഇത് ആവർത്തിച്ച് 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 ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ നമ്മൾ ഇന്ന് പുതിയതെന്ന് വിചാരിക്കണം. അല്ലെങ്കിൽ ഞാൻ ആദ്യമായിട്ട് പരീക്ഷ എഴുതാൻ പോവാണ്, ഒരു പരീക്ഷയും പേടി വേണ്ട. കാരണം ബാബ എന്താ പറയണേ? മക്കളെ, ഇത് തനിയാവർത്തനമാണ്. അനേക തവണ ഇന്നത്തെ ഇന്റർവ്യൂ അല്ലെങ്കിൽ പരീക്ഷ അല്ലെ ഇത് നിങ്ങൾ ചെയ്തിട്ടുണ്ട്, വീണ്ടും ഒന്നും കൂടി ചെയ്യാണ്. സോ അനേക തവണ ചെയ്തത് വീണ്ടും ചെയ്യാണ്. അപ്പൊ തന്നെ എന്താകും? ഈ സ്മൃതി, കൽപ്പകൽപ്പത്തെ അല്ലെ സ്മൃതി നമുക്ക് വീണ്ടും കാര്യത്തെ വളരെ ലാഘവത്വത്തോടു കൂടി കാര്യങ്ങളെ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ, നമ്മുടെ സമീപനം ഓരോ ദിവസവും പുതിയതാണ്. നത്തിങ് ന്യൂ എന്ന് ബാബ പറയും. ഒന്നും പുതിയതല്ല, പക്ഷെ എല്ലാ ദിവസവും നമുക്ക് പുതിയതാണ്, അല്ലേ? ഓരോ ദിവസവും പുതിയതാണ്, പക്ഷെ പുതിയതായ ഈ ജീവിത നാടകത്തില് ഒന്നും പുതിയതല്ല. എല്ലാം അനേക തവണ നമ്മൾ ചെയ്തതാണ്. അത് വീണ്ടും ഒന്നും കൂടി ചെയ്യിക്കാൻ. ഗീതയിലും ഈ വാക്കുണ്ട്, ഭൂത്വ ഭൂത്വ, വീണ്ടും വീണ്ടും. തനിയാവർത്തനത്തെ കുറിച്ച് പറയുന്നുണ്ട് ഭഗവാൻ. അപ്പോ നമുക്ക് ഡ്രാമ മാതാവാകുന്ന ഏറ്റവും സ്ട്രോങ്ങസ്റ്റ്, ഏറ്റവും സശക്തമായ പോയിന്റാണ് ബാബ തന്നിരിക്കുന്ന തനിയാവർത്തനം. നത്തിങ് ന്യൂ. അതുകൊണ്ട് പരിഭ്രമം വേണ്ട, പരിഭ്രാന്തി വേണ്ട, ടെൻഷൻ വേണ്ട. ഏത് കാര്യം അല്ലെ ഫസ്റ്റ് ടൈം ചെയ്യുകയാണെങ്കിലും ബാബ എന്താ പറയണേ? ഇത് ഫസ്റ്റ് ടൈം അല്ല, അനേക തവണ ചെയ്തതാണ്. അനേക തവണ ചെയ്തു കഴിഞ്ഞ ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോ നമുക്ക് അല്ലേ സിമ്പിൾ, ഞാൻ അനേക തവണ ചെയ്തതല്ലേ, അപ്പോ ചെയ്യാൻ എളുപ്പമായി. അപ്പൊ ജീവിതത്തിൽ ഇത് നമ്മളെ വളരെയധികം സംഘർഷമുക്തമാക്കും. രണ്ടാമത്തെ ബാബ തന്ന പോയിന്റ് എന്താണ്? ഈ നാടകത്തില് ഓരോ ആത്മാവും അവരവരുടെ ഭാഗം അഭിനയിക്കുകയാണ്. അതുകൊണ്ട് അവരെന്താ അങ്ങനെ, ഇവരെന്താ ഇങ്ങനെ, ഇവരിങ്ങനെ പറയാൻ പാടില്ലായിരുന്നല്ലോ, ചെയ്യാൻ പാടില്ല, എന്നാൽ എന്റെ മോനല്ലേ, അങ്ങനെ കാണിക്കാൻ പാടുണ്ടോ? ബാബ എന്താ പറയണേ? അല്ലെ, സിസ്റ്റർ അല്ലേ, സെന്ററിലിരിക്കുന്ന സിസ്റ്റർ അല്ലേ, എത്ര വർഷത്തെ സീനിയറായി ഇവര് സെന്റർ നടത്തുന്നവരല്ലേ, ഇവരിങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? പല ചിന്തകളും നമുക്ക് വരും. പക്ഷെ സിസ്റ്റർ ആയാലും ബ്രദർ ആയാലും 40 വർഷക്കാരായാലും 50 വർഷക്കാരായാലും 3 ആയാലും 13 ആയാലും ബാബ എന്താ പറയണേ? ഓരോ ആത്മാവിനും ഈ നാടകത്തില് അല്ല അവരവരുടെ ഭാഗം അഭിനയിക്കാൻ. അതുകൊണ്ട് എന്റെ ജോലി എന്താണ്? സാക്ഷി ദൃഷ്ട. സാക്ഷി ദൃഷ്ട. സാക്ഷിയുമാകണം, ദൃഷ്ടാവ് നിരീക്ഷകനുമാകണം, ഒബ്സർവറുമായിരിക്കണം. സാക്ഷിഭാവം എന്റെ പാർട്ടിലും വേണം. ഞാനും എന്റെ ഭാഗം അഭിനയിക്കുകയാണ്. സാക്ഷിയായിട്ട് ഞാൻ എന്നെ നോക്കി എന്റെ പാർട്ടിൽ എനിക്ക് ചെയ്യാവുന്നത് എന്താണ്? ഏറ്റവും ബെസ്റ്റായിട്ട് അഭിനയിക്കുക. മറ്റുള്ളവരുടെ പാർട്ടിലും സാക്ഷിയായി കാണുകയും ചെയ്യണം, ഒപ്പം ഒരു നിരീക്ഷകനെ പോലെ. ഈ നാടകത്തിൽ ഓരോരുത്തരും അവരവരുടെ റോൾ, അവരവർക്ക് കിട്ടിയ കഥാപാത്രങ്ങളെ അഭിനയിക്കുകയാണ്. ആരും ദോഷകാരിയല്ല. ബാബ എന്താ പറയണേ? ഈ നാടകം നിർദോഷിയാണ്. ഈ നാടകത്തിൽ ആരുടെയും മേലെ ദോഷം ആരോപിക്കരുത്. കാരണം എല്ലാവരും അവരവരിലെ നിക്ഷിപ്ത പാർട്ട് പ്ലേ ചെയ്യാണ്. എനിക്ക് ചെയ്യാൻ കഴിയുന്നത് എന്താണ്? എനിക്ക് കിട്ടിയ പാർട്ട് ഏറ്റവും നന്നായി അഭിനയിക്കുക. മറ്റുള്ളവരുടെ പാർട്ടിനെ നോക്കുകയും വേണ്ട. നോക്കുകയാണെങ്കിൽ പോലും ബാബ എന്താ പറയണേ? സാക്ഷിഭാവത്തോടെ നോക്കും, മംഗളഭാവനയോടെ നോക്കും, ശുഭഭാവം ശുഭഭാവനയോട് കൂടി കാണും. അല്ലേ? സാക്ഷിയായാലേ ശുഭഭാവനയും മംഗളഭാവനയൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുള്ളൂ. ഇല്ലെങ്കിൽ വ്യർത്ഥ സങ്കല്പങ്ങളും വ്യർത്ഥ ദൃഷ്ടിയും വ്യർത്ഥ ചിന്തനവുമായിരിക്കും കൂടുതൽ സമയം ഉണ്ടാവും. നാടകത്തിൽ ഓരോരുത്തരുടെ പാർട്ടിലും ബാബ എന്താ പറഞ്ഞിട്ടിരിക്കുന്നത്? ഓരോ ആത്മാവും യുണീക്കാണ്.
നമ്മളെല്ലാം വ്യത്യസ്തരാണ്. അവരവരുടെ റോളിൽ ഓരോരുത്തരും വേറിട്ടവരുമാണ്, വിശേഷതയുള്ളവരുമാണ്. കാരണം ഈ നാടകത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ആത്മാക്കൾക്കും, ഓരോരോ ആത്മാവിനും അവരവരുടേതായ പ്ലസ്സുകളുണ്ട്. ചിലർക്ക് A+ ഉണ്ട് ഫുൾ, ചിലർക്ക് A ഉണ്ട്, ചിലർ Bയിലാണ്, ചിലർ B+ലാണ്. എല്ലാവർക്കും അവനവൻ്റെതായ പ്ലസ് മൈനസുകളാണ് അല്ലേ? അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ബാബ എന്താ പറയണേ, ഈ നാടകത്തില് നമുക്ക് മംഗളം ഉണ്ടാകണമെങ്കിലും മറ്റുള്ളവർക്ക് മംഗളം ഉണ്ടാകണമെങ്കിലും ഭഗവാൻ എന്താ പറഞ്ഞിരിക്കണേ, ഈ നാടകത്തിൽ ഓരോ ആത്മാവിൻ്റെയും പ്ലസ്സുകളെ കാണും. അപ്പൊ എത്രത്തോളം പ്ലസ്സുകളെ കാണുന്നു നമുക്ക് ബാബ എന്താ പറയണേ, ഗുണങ്ങളെ കാണും തോറും നമ്മൾ ഗുണവാന്മാരായി മാറും. അതാണ് ഈ ജീവിത നാടകത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാനുള്ള കാര്യം. മൂന്നാമത്തത് ബാബ എന്താണ് പറയണേ, ഈ നാടകത്തില് ഭഗവാൻ നമുക്ക് കുട്ടികൾക്ക് നൽകുന്ന അടുത്ത വിവേകം എന്താണ്? ഡ്രാമ. നാടകം ഒരു മാതാവിനെ പോലെ നമുക്ക് ശക്തി പകരുന്നത് എപ്പോഴാണ്? ബാബ പറയണേ ഡ്രാമ മംഗളകാരിയാണ്. കാരണം ഡ്രാമയിൽ പ്രത്യേകിച്ചും ബാബ പറയണേ ഇത് സമയം സംഗമയുഗമാണ്. സംഗമയുഗത്തിൽ നമ്മുടെ റോള് ഭഗവാൻ എന്താ പറഞ്ഞിരിക്കണേ, സംഗമയുഗം മംഗളകാരിയായ സമയമാണ്. ഈ സമയത്തിന്റെ മംഗളം എന്താണ്? ബാബ പറയണ എന്താണ്? സംഗമയുഗം തന്നെ മംഗളകാരിയാണ്. അപ്പൊ സംഗമയുഗമാകുന്ന ഈ മംഗളകാരി വേളയില് എല്ലാറ്റിലും മംഗളമാണ്. ഓരോ ആത്മാവിനും മംഗളമാണ്. ഡ്രാമയിലെ ഓരോ നിമിഷത്തിലും മംഗളം തന്നെ മംഗളം അല്ലേ? അപ്പൊ മംഗളം കാണുമ്പോൾ മാത്രമേ, ഇവൻ ബാബ പറയുന്ന അമംഗളത്തിന്റെ ദൃശ്യങ്ങൾ നടക്കുമ്പോൾ പോലും മംഗളം കാണും. കാരണം അമംഗളത്തിലും ഒരു മംഗളം തീർച്ചയായിട്ടുമുണ്ട്. എപ്പോഴാണ് നമ്മൾ ഇപ്രകാരം അമംഗളത്തിലും മംഗളം കാണുന്നവരായി മാറുന്നത്? മംഗളകാരിയായ ഒരു ദൃഷ്ടി നമ്മുടെ എപ്പോഴാണോ പ്രവർത്തിക്കുന്നത്, ആ മംഗളകാരി ദൃഷ്ടി നമ്മുടെ വരുമ്പോൾ അല്ലേ ഡ്രാമ എന്തായി മാറും? നമുക്ക് വളരെയധികം സുഖദായിയായിട്ട് മാറും. അതുകൊണ്ടാണ് ബാബ പറഞ്ഞ ഡ്രാമ മാതാവാണ്. ഡ്രാമയാകുന്ന ഈ മാതാവ് അല്ലെ, ഈ മാതാവിനെ ആ മംഗളത്തിലും മംഗളം കാണാൻ കഴിയുകയുള്ളൂ. ഒരമ്മയ്ക്ക് മാത്രമേ അതിനുള്ള മനസ്സുണ്ടാവുള്ളൂ അമംഗളത്തിലും മംഗളം കാണാൻ. ഒരു കുട്ടി നോക്കൂ, അമ്മയുടെ മുടി പിടിച്ച് വലിക്കും അല്ലെ, നെഞ്ചത്ത് ചവിട്ടും. അതൊന്നിലും അമ്മ ഒരിക്കലും ഒരു നെഗറ്റീവ് കാണില്ല. എല്ലാറ്റിലും മംഗളം മാത്രമേ കാണുള്ളൂ. അപ്പോഴും സ്നേഹത്തോടു കൂടി ആ കുട്ടിയെ അല്ലെ സാന്ത്വനിപ്പിക്കുന്നത് കാണാം. ആ കുട്ടിയെ തലോടും. കാരണം എന്താ? എൻ്റെ കുട്ടി. ഭഗവാൻ എന്താ പറയണേ? സംഗമയുഗത്തില് ഡ്രാമ, മംഗളകാരിയായ ഡ്രാമ, നമുക്ക് എല്ലാവരുടെയും പാർട്ടിൽ മംഗളം കാണാൻ എപ്പോഴേ കഴിയുകയുള്ളൂ? ഇതെന്റെ ബാബയ്ക്ക് ഇഷ്ടപ്പെട്ട ഡ്രാമയാണ്. രചയിതാവിന് ഇഷ്ടമാണ് ഈ നാടകം. അതുകൊണ്ട് രചനയായ നമുക്കും ഈ നാടകം ഇഷ്ടപ്പെട്ട്, എനിക്കും ഇഷ്ടമാണ്. കാരണം എന്തുകൊണ്ടെന്നാൽ ഈ നാടകത്തിൽ ഓരോ അഭിനേതാവും ഭഗവാന്റെ മക്കളാണ്, എൻ്റെ ബാബയുടെ മക്കളാണ്. അതുകൊണ്ട് എല്ലാവരും എൻ്റേതാണ്. ഇതാണ് നാടകത്തിലെ ഏറ്റവും വലിയ സാക്ഷി ദൃഷ്ടാവായി ഇരിക്കുമ്പോഴും നമുക്ക് ഈ നാടകത്തിൽ സർവരെ പ്രതിയും, കാരണം എൻ്റെ ബാബയുടെ മക്കൾ എന്നുള്ള സ്മൃതിയാണ് നമ്മളുടെ ഉള്ളിൽ എന്ത് കൊണ്ടുവരുന്നേ? സർവരെ പ്രതിയും എൻ്റേതെന്ന മനോഭാവം. ബാബ എൻ്റേതാണ്, അതുകൊണ്ട് സർവരും എൻ്റേതാണ്. അതുകൊണ്ട് ഏത് ആത്മാക്കള് ഏത് പാർട്ട് അഭിനയിക്കുമ്പോഴും, ഇപ്പൊ നമ്മൾ ലൗകിക കുടുംബത്തിൽ നോക്കൂ, നമ്മുടെ വീട്ടില് നമ്മള് 4 പേരുണ്ട്, ഒരു അച്ഛനും അമ്മയും 2 കുട്ടികളും ഉണ്ടെന്നിരിക്കട്ടെ. നമ്മൾക്ക് ഇടയിൽ നമ്മുടെ എന്തെങ്കിലും കുറവുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ സഹോദരന്റെയോ സഹോദരിയുടെയോ അമ്മയുടെയോ അച്ഛൻ്റെയോ കുറ്റം പോയി നമ്മൾ മറ്റാരോടും പറയില്ലല്ലോ. കാരണം എന്താ? എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ സഹോദരൻ, എൻ്റെ സഹോദരി എൻ്റെയാണ്. അതുകൊണ്ട് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട്, ഉള്ളിൽ ഒതുക്കാൻ പറ്റുന്നുണ്ട്. അതേപോലെയാണ് ബാബ പറയുന്നേ, ഈ ഡ്രാമ നമ്മൾ മുഴുവൻ നാടകവും നോക്കിക്കഴിഞ്ഞാൽ ഭഗവാൻ എന്താ പറയണേ?
നാടകത്തിന്റെ ഇത്തിരി ഭാഗം, ഓരോരുത്തരുടെ ഭാഗം നോക്കുമ്പോൾ ചിലപ്പോ നമുക്ക് എന്താ ഇങ്ങനെ പാടില്ലായിരുന്നുവല്ലോ, അയ്യോ അവിടെ ആക്സിഡന്റ് ഉണ്ടായി, ഇവർക്ക് ആക്സിഡന്റ് ഉണ്ടായില്ലെങ്കിൽ ഇവർക്ക് അല്ലെ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു പക്ഷെ ആരെങ്കിലും വേർപെട്ടു പോയി, അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം വന്നു, അല്ലെങ്കിൽ ഒരു സാമ്പത്തിക നഷ്ടം ഉണ്ടായി. ഇന്ന് ബാബ അതല്ലേ മുരളിയിൽ പറഞ്ഞേ, ഒരു സാമ്പത്തിക നഷ്ടം ഉണ്ടായാലും, ഒരു പ്രകൃതിക്ഷോഭം അല്ലെ ഒരു ഭൂകമ്പം ഉണ്ടായി അല്ലെ, വലിയ നാശനഷ്ടങ്ങള് ഭൂകമ്പത്തിലൊക്കെ എങ്ങനെയാണല്ലോ, പ്രകൃതിക്ഷോഭം എവിടെ ഉണ്ടാകുന്നു, ഒരു പ്രദേശം തന്നെ ചിലപ്പോൾ ഇല്ലാതാക്കും. അപ്പൊ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോഴും ബാബ ഇന്ന് എന്താ പറഞ്ഞേ, ഡ്രാമയുടെ ജ്ഞാനം നിങ്ങളുടെ ബുദ്ധിയിലുണ്ടെങ്കിൽ, ഭൂകമ്പം ഉണ്ടായാലും ബിസിനസ്സിൽ നഷ്ടം ഉണ്ടായാലും ബാബ എന്താ പറഞ്ഞേ, നിങ്ങളുടെ മനസ്സിന്റെ അവസ്ഥ ഏകരസത്തിലിരിക്കണം. ഏകരസത്തിലിരിക്കാൻ ബാബ എന്താ പറഞ്ഞ, ആർക്കേ കഴിയുള്ളൂ? മഹാവീരനെ പോലെ ഡ്രാമയുടെ ജ്ഞാനം ഉപയോഗിച്ച് നമ്മളെ ആന്തരികമായി സ്ട്രോങ് ആക്കി വെക്കുമ്പോൾ മാത്രമേ മഹാവീരത, അർത്ഥം ശക്തി. ഹനുമാന്റെ കഥകളിൽ നമ്മൾ അതല്ലേ കേട്ടിട്ടുള്ളത്. ചെറുതും വലുതുമായ എന്തെല്ലാം പരീക്ഷണങ്ങളിലൂടെയാണ് കടന്നു പോകേണ്ടി വന്നിട്ടുള്ളത്. പക്ഷെ ഓരോ പരീക്ഷകൾ കടന്നു പോകുമ്പോഴും ആന്തരികമായി സശക്തനായിരുന്നു. ഒന്ന് ജ്ഞാനബലം, മറ്റൊന്ന് സർവശക്തിവാൻ രാമന്റെ ഓർമ്മ. ഹൃദയത്തിൽ രാമനുള്ളത് കാരണം ഓരോ ചൂടും അല്ലെ രാമദൂതാണ്, രാമന്റെ സേവയാണെന്ന ബോധം കാരണം ഉള്ളിൽ ഇത്രയും ശക്തിശാലിയായിരുന്നു ഹനുമാൻ. അതുകൊണ്ടാണ് മഹാവീരൻ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് ബാബ എന്ന് പറഞ്ഞ ഡ്രാമയുടെ ജ്ഞാനമാണ് നമ്മളെ മഹാവീരനാക്കി മാറ്റുന്നത്. എങ്കിലും മാത്രമേ ബാബ എന്താ പറഞ്ഞേ, പ്രകൃതിക്ഷോഭാകട്ടെ, സാമ്പത്തിക പ്രോബ്ലം ആകട്ടെ, ഏത് തരത്തിലുള്ള കയറ്റിറക്കങ്ങളിലൂടെ കടന്നു പോയാലും നിങ്ങളുടെ ഉള്ളിൽ എന്തുകൊണ്ട് അയ്യോ ഇങ്ങനെയായോ, ഇങ്ങനെ സംഭവിച്ചു, ഇങ്ങനെ വരാൻ പാടില്ലായിരുന്നല്ലോ, ഇങ്ങനെയല്ലല്ലോ സംഭവിക്കേണ്ടിയിരുന്നത്, അവരങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നല്ലോ, ഇപ്രകാരമുള്ള വ്യർത്ഥ സങ്കല്പങ്ങളുടെ ക്യൂ ഒരിക്കലും നമ്മുടെ മനസ്സിൽ വരില്ല. ബാബ എന്താ പറഞ്ഞേ, ഒരിക്കലും നിങ്ങൾ കണ്ണീരൊഴുക്കില്ല ഒരു കാര്യം ഓർമ്മിച്ചിട്ട്. അതാണ് ഡ്രാമയുടെ ജ്ഞാനം ശരിയായിട്ടുള്ളിൽ ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ ബാബ പറഞ്ഞ എന്താണ്, നിങ്ങൾക്ക് ഒരിക്കലും കണ്ണീര് വരില്ല. അതുകൊണ്ടിന്ന് നമുക്ക് ബാബ നൽകിയ ഡ്രാമയുടെ ജ്ഞാനം ഉപയോഗിച്ച് നമ്മൾ നമ്മുടെ ജീവിത യാത്രയിൽ നോക്കണം, എത്രത്തോളം ഡ്രാമയുടെ ഓരോ പോയിന്റുകളും നമ്മൾ ഒരു മാതാവിനെ പോലെ, കുട്ടിയായ ഞാൻ ഈ അമ്മയുടെ കൈപിടിച്ചാണോ നടക്കണം? ഏതമ്മ? ഡ്രാമ ആകുന്ന മാതാവ്. ഡ്രാമയുടെ ജ്ഞാനം ആകുന്ന മാതാവിന്റെ കൈപിടിച്ച് നടന്നാൽ മാത്രമേ നമുക്ക് ജീവിതയാത്രയിൽ സ്ട്രോങ് ആയിരിക്കാൻ പറ്റൂ. കാരണം വിട്ടുപിരിയാത്ത ഒരേ ഒരു മാതാവ്, സദാ കൂടെ നടക്കുന്ന ഒരേ ഒരു മാതാവ് ജ്ഞാനമാണ്. ജ്ഞാനം അമ്മയെപ്പോലെ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാകണം. എങ്കിലേ ജീവിതത്തിൽ നമ്മൾ വിവേകശാലിയായിരിക്കുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ നിർണയങ്ങളും ചിന്തകളും തീരുമാനങ്ങളും ഒക്കെ വികാര വിക്ഷോഭത്തിന് അടിമപ്പെട്ടിട്ടാകും. വികാരാധീനമായി പ്രവർത്തിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ സന്തുലനം ഉണ്ടാകില്ല, ബാലൻസിങ് ഉണ്ടാകില്ല. അതുകൊണ്ടാണ് പറയാറുള്ളത്, ജീവിതത്തിൽ ഒരിക്കലും തീരുമാനങ്ങൾ വികാര വിക്ഷോഭങ്ങൾക്ക് അടിമപ്പെട്ടിട്ടായിരിക്കരുത്. പിന്നെ വിവേകപൂർണമായിരിക്കും, വിസ്ഡം കീപ്പേഴ്സ് ആയിരിക്കണം. ലോകത്തിൽ നോളജ് എല്ലാവർക്കും ഉണ്ട്. എല്ലാവരും പറയില്ല എനിക്കെല്ലാം അറിയാം. അറിവേ ഉള്ളൂ. പക്ഷെ അറിവിനെ ബാബ വീട്ടിൽ വന്നപ്പോ നമുക്കും ഡ്രാമയുടെ ജ്ഞാനം കിട്ടി. 7 ദിവസത്തെ കോഴ്സ് ആര് കേട്ടു? അവർക്കെല്ലാം ഡ്രാമയുടെ ജ്ഞാനം ബാബ അപ്പൊ തന്നെ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് പറയും? എനിക്കെല്ലാം അറിയാം, ഇതല്ലേ ബാബ പറയണേ. പക്ഷെ അറിവിനെ എത്രത്തോളം നമ്മൾ നമ്മുടെ വിവേകമാക്കി, വിവേകശാലിയാണെങ്കിൽ എന്ത് ചെയ്യും? സമയം, സന്ദർഭം, വ്യക്തി, സാഹചര്യത്തിനനുസരിച്ച് ഈ ജ്ഞാനം മാതാവിനെ പോലെ ആ ഡ്രാമയുടെ ജ്ഞാനമാകുന്ന മാതാവിന്റെ കൈപിടിച്ച് ജ്ഞാനബിന്ദുക്കളെ സമയത്ത് ഉപയോഗിച്ച് നമ്മൾ മുന്നോട്ട് ജയിച്ചുകൊണ്ടിരിക്കും. കാരണം ബാബ പറയുന്ന ഈ ഡ്രാമയില് 3 കാലങ്ങളും നമുക്ക് നല്ലതെന്നാണ് പറഞ്ഞിരിക്കുന്നത് ബാബ. പാസ്റ്റും, പ്രസന്റും, ഫ്യൂച്ചർ. പക്ഷെ പലപ്പോഴും മനുഷ്യൻ നമ്മൾ ഈ ജീവിത നാടകത്തിലെ ഏകകാലദർശിയായിട്ട് ജീവിക്കാറുള്ളൂ. വർത്തമാനത്തിൽ കാണുന്നത് മാത്രം നോക്കാറുള്ളൂ. പക്ഷെ ഭഗവാൻ പറയുന്നത് എന്താണ്? ഈ നാടകത്തില്
മംഗളം കാണണം എന്നുണ്ടെങ്കിൽ എവിടുന്ന് തുടങ്ങണം നാടകം? നമ്മുടെ ഈ ശരീരത്തിന്റെ കുട്ടിക്കാലം മുതൽ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. പിന്നെ ആത്മാവാകുന്ന ഈ കുട്ടിയുടെ ആരംഭം എവിടുന്നാണ്? അനാദികാലം മുതല്, ബാബയുടെ കൂടെ വീട്ടിലിരുന്നപ്പം മുതല് അല്ലെ? വീട്ടിലിരുന്നപ്പോ ആത്മാവായി നമ്മൾ ഭഗവാന്റെ കൂടെ, ഇറങ്ങി വന്നപ്പോ സത്യത്രൈതൈകത്തില് സർവശ്രേഷ്ഠമായ ജീവിതം. ഇന്നലെ ജൂൺ 5 നമ്മളെല്ലാം പരിസ്ഥിതി ദിനമായിട്ട് ആഘോഷിച്ചു. പക്ഷെ മുഴുവൻ വിശ്വത്തില് പരിസ്ഥിതി സന്തുലനത്തിലുള്ള അല്ലെ, ഹെൽത്തി വെൽത്തി ഹാപ്പി ആയിട്ട് മനുഷ്യനും പ്രകൃതിയും വളരെയധികം താതാത്മ്യം പ്രാപിച്ച് ജീവിക്കുന്ന ആ ഒരു കാലഘട്ടമായിരുന്നു സത്യത്രൈതൈകം. അവിടെ പരിസ്ഥിതി ദിനാഘോഷങ്ങളൊന്നുമില്ല, ആഘോഷിക്കേണ്ട ആവശ്യമില്ല, ജീവിതമേ ആഘോഷമാണ്. ഇപ്പൊ ഇവിടെ നമുക്ക് ഈ കലിയുഗത്തിൽ ഇങ്ങനെയുള്ള ഡേ അല്ലെ, ഡേറ്റ് വെച്ച് ഡേയില് ആഘോഷം എന്തുകൊണ്ടാ സംഘടിപ്പിച്ചിരിക്കണേ? പരിസ്ഥിതിയുടെ സന്തുലനം നമ്മൾ നശിപ്പിച്ചത് കൊണ്ടാണ്. വീണ്ടും അതിനെ സന്തുലനത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വ്യക്തിക്കൊരു അവയർനെസ്, മുഴുവൻ വിശ്വത്തിലൊരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അല്ലെ. വർഷത്തിൽ ഓരോ ഡേറ്റില് ഓരോ വിശേഷ അവയർനെസ് മാനവജാതിയിൽ ഉണർത്തുന്നതിന് വേണ്ടി ഇങ്ങനെയുള്ള ദിനാചരണങ്ങൾ നടത്തുന്നത്. പ്ലാസ്റ്റിക് വലിച്ചെറിയരുത്, മരങ്ങൾ വെച്ച് പിടിപ്പിക്കണം. അത് നമ്മൾ കൊച്ചു കുട്ടികളായിരിക്കുമ്പോൾ മുതൽ നമ്മുടെ ഉള്ളില് ആ ശീലങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ ജൂൺ 5 മാത്രം കുറച്ച് വൃക്ഷത്തൈകൾ വെച്ച് കഴിഞ്ഞു അങ്ങനെയല്ല. ഫോട്ടോ എടുത്തു, വീഡിയോ എടുത്തു, സ്റ്റാറ്റസിലിട്ടു, കഴിഞ്ഞു എന്നുള്ളതല്ല. നമുക്ക് അല്ലെ, നമ്മളിന്ന് ഉപയോഗിക്കുന്ന ചക്കയും മാങ്ങയും അല്ലെ തേങ്ങയും, നമ്മൾ ഒരു വെയിലുള്ള സമയത്ത് റോഡിൽ കൂടെ നമുക്ക് നടന്നു പോകേണ്ടി വന്നാൽ എവിടെ തണൽ വൃക്ഷം എന്ന് പറഞ്ഞിട്ട് തണലിൽ കൂടെ നടക്കാനും നമ്മൾ ശ്രമിക്കണം. ആ തണൽ വൃക്ഷങ്ങളൊക്കെ നമ്മൾ വെച്ചതല്ല, ആണോ? ആരൊക്കെയോ വെച്ച് പരിപാലിച്ചതാണ്. അത് പരിപാലിച്ചത് കൊണ്ടാണ് ഇന്ന് നമുക്ക് തണലും അല്ലെ ഇത്രയധികം ഫലമൂലാദികളൊക്കെ കിട്ടണം. അപ്പൊ നമ്മളും വെച്ചാലേ നമ്മുടെ ജീവിത കാലഘട്ടത്തില് നമ്മളും ഒരു ചെടിയെങ്കിലും, ഒരു മാനവൻ ഒരു മരമെങ്കിലും വെച്ച് വളർത്തി പരിപാലിച്ച് കടന്നു പോകണം. നമ്മുടെ ഓർമ്മയ്ക്ക് വേറെ ആരും മരം വെച്ചില്ലേലും സ്മാരകം വെച്ചില്ലേലും നമ്മുടെ ഓർമ്മ ചിഹ്നമായിട്ട് ആ ഒരു തൈ നട്ട് വളർത്തി അതിനെ പരിപാലിച്ച് അല്ലെ അതിനെ മരമാക്കി മാറ്റുന്നതിനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. കാരണം അത്രത്തോളം ഈ പ്രകൃതിയിൽ നിന്ന് നമ്മളെല്ലാവരും പാലന എടുക്കുന്നുണ്ട്. ഈ പ്രകൃതി മാതാവിനെ പോലെ, ഡ്രാമ മാതാവായിരിക്കുന്നത് പോലെ ഈ പ്രകൃതി ഒരു അമ്മയായി നമുക്ക് എത്ര സേവനമാണ് ചെയ്തു തരണം. അപ്പൊ നമുക്ക് റിട്ടേൺ സർവീസ് കൊടുക്കണ്ടേ? ഇന്നലെ പരിസ്ഥിതി ദിനാഘോഷത്തിൽ നമ്മൾ കോട്ടായിലൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, കോട്ടായിലെ ബാബ വീട്ടില്. അപ്പൊ അവിടെ വന്ന ഒരു ബ്രദർ ഓർമ്മിപ്പിക്കുകയായിരുന്നു, വർഷങ്ങൾക്ക് മുമ്പ്, എനിക്ക് തോന്നുന്നു ഒരു 10 വർഷം മുമ്പ് കോട്ടായില് സ്കൂളിൽ വെച്ചിട്ട് നമ്മളൊരു ജ്യോതിർഗമയ പ്രോഗ്രാം 7 ദിവസം ഒരു സത്സംഗം ഉണ്ടായിരുന്നു. ആ പ്രോഗ്രാമിൽ ഓരോ ദിവസവും ഒരു 300-400 പേര് പങ്കെടുത്തിരുന്നു. ഓർമ്മയുണ്ട് സിസ്റ്റർക്ക്. വലിയ സ്കൂളിന്റെ നടുക്ക് വലിയ മുറ്റമാണ്. അവിടെ സ്കൂൾ അടച്ചിരുന്ന ഒരു സമയത്ത്, ഏപ്രിൽ മെയ് ആ സമയത്താണ് പ്രോഗ്രാം അവിടെ വെച്ചിരുന്നത്. അവിടെ നല്ലൊരു പ്രിൻസിപ്പാളായിരുന്നു. ആരെല്ലാം എന്തെല്ലാം എതിർത്തിട്ടും അവർക്ക് ഇല്ല, ഈ നാടിന് വേണ്ടി നല്ല കാര്യം നടക്കണം, അത് ഈ സരസ്വതി വിദ്യാലയത്തിന്റെ മുന്നിൽ തന്നെ നടക്കട്ടെ, ഇത്രയും നല്ല കാര്യം നടക്കാനുള്ള സ്ഥലമാണിത്, നടത്തേണ്ടതാണ് പറഞ്ഞിട്ട് നടത്തി. 7 ദിവസവും 300 പേര് 400 പേര് 7 ദിവസവും ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ഒരു ദിവസം നമ്മൾ ആ പ്രോഗ്രാം പൂർത്തിയാക്കുന്ന 7ാമത്തെ ദിവസം അവിടെ വൃക്ഷത്തെ അവർ പറഞ്ഞു, സിസ്റ്റർ ഒരു വൃക്ഷത്തെ ഇവിടെ നട്ടിട്ട് പോകും, കാരണം ഇത് വിദ്യാലയമല്ലേ. നമ്മുടെ ഈ പ്രോഗ്രാം ഇവിടെ നടന്നതിന്, സിസ്റ്റർ ഇവിടെ വന്നതിന്റെ ഓർമ്മയ്ക്ക്. അപ്പൊ ആ ഭായി ഇന്നലെ അത് പറയുകയായിരുന്നു. അവിടെ അന്നൊരു ലക്ഷ്മി തരു വൃക്ഷത്തെ വെച്ചു. എന്നിട്ട് ഈ ബ്രദറുടെ വീട് ആ സ്കൂളിന്റെ അടുത്തുനിന്ന് കുറച്ച് ദൂരെയാണ്. അദ്ദേഹം ഫാബ്രിക്കേഷൻ വർക്ക് ചെയ്യുന്ന ആളാണ്. സണ്ണി പറയാണ്, ഞാൻ സൈക്കിളിലാണ് വീട്ടിൽ നിന്ന് ചാണകപ്പൊടിയെല്ലാം കൊണ്ടുപോയിട്ട് അത് വാടുന്നുണ്ടോ, വളരുന്നുണ്ടോ, അതിന് വെള്ളം ആരെങ്കിലും ഒഴിച്ചു കൊടുക്കുന്നുണ്ടോ, ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോയി നോക്കുമായിരുന്നു സിസ്റ്ററെ. ഇന്ന് ആ സ്കൂളിന്റെ മുറ്റത്ത് ആ വൃക്ഷം ഇത്രയും പടർന്ന് പന്തലിച്ച് ഇത്രയും സുന്ദരമായൊരു മരമായി മാറി. ഇന്നും ആ മരം കാണുമ്പോൾ അന്നുണ്ടായിരുന്നവരെല്ലാരും പറയും, അന്നത്തെ നമ്മുടെ ആ പ്രോഗ്രാമില് സിസ്റ്റർ ഇവിടെ വന്നപ്പോ നട്ട തൈയാണ്,
നോക്കൂ ഇപ്പൊ ഇതെത്ര സുന്ദര വൃക്ഷമായി മാറിയിട്ടുണ്ട്. അപ്പോൾ അത് സിസ്റ്റർ വൃക്ഷത്തെ വെച്ചിട്ട് വന്നു. കോട്ടായി നമ്മുടെ ഇവിടുന്ന് എത്ര ദൂരത്തിലാണ്, 10-25 കിലോമീറ്റർ ദൂരെയാണ്. പക്ഷെ ആ ഭായി അതിൽ അറ്റൻഷൻ, കാരണം നമ്മൾ നട്ട സമയത്ത് ഏപ്രിൽ മെയ് വളരെ ചൂടുള്ള ഒരു ടൈമായിരുന്നു. പക്ഷെ ഭായി അതിന് വെള്ളം കൊടുത്ത് വളം കൊടുത്ത് അതിൽ അറ്റൻഷൻ വെച്ച് ബാക്കി ആ സ്കൂള്, ആ പ്രിൻസിപ്പള്, ആ സ്കൂളിലെ വിദ്യാർത്ഥികളെ കൊണ്ട്, ആരെ കൊണ്ട് അതിനെ പരിപാലിച്ചു. കാരണം പരിപാലനം അവരല്ലേ ചെയ്യുന്നത്. അത് ചെയ്തത് കൊണ്ടാണല്ലോ ഇതൊരു മരമായി മാറിയുന്നതൊരു ഓർമ്മചിഹ്നമായി തീർന്നിരിക്കുന്നത്. അതുപോലെയാണ് ബാബയെ നമ്മൾ കുട്ടികളോട് പറയണേ. നമുക്കറിയാം, അറിവുകളുണ്ട്, പക്ഷെ അറിവിനെ എന്തിനു വേണ്ടി ഉപയോഗിക്കണം? നമുക്ക് ജീവിക്കാൻ വേണ്ടി ഉപയോഗിക്കണം. ജീവിക്കണം അറിവ് ഉപയോഗിച്ച്. അപ്പോഴാണ് ഡ്രാമയുടെ ജ്ഞാനം ഒരു മാതാവിന്റെ കരങ്ങളായി, കരുത്തായി, സാന്ത്വനമായി, ലാളനയായി, പാലനയായി നമ്മുടെ ജീവിതം ആ പാലനയ്ക്കുള്ളില് സുരക്ഷിതമായി, സശക്തരായി, നമ്മൾ യോഗ്യപുത്രരായി ജീവിതയാത്ര പൂർത്തിയാക്കണം. നമ്മുടെ ബാബയുടെ ഇന്നത്തെ മുരളിയില് ബാബ നൽകിയ ഡ്രാമയാകുന്ന മാതാവിന്റെ കൈപിടിച്ച് നമുക്ക് അതെന്താ പറഞ്ഞ ഓരോ കർമ്മവും ഓരോ സങ്കല്പവും നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വേണം. ഡ്രാമയിൽ അടുത്തതും ബാബ ഒരു സ്മൃതി തന്നിരുന്നു. വരദാന രൂപത്തില് ഞാൻ വിജയിയാണ്. കൽപ്പം മുമ്പും ജയിച്ചിട്ടുണ്ട്, ഈ കൽപ്പത്തിലും ജയിക്കും. ആ സങ്കല്പം. പണ്ട് നെപ്പോളിയനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. നെപ്പോളിയൻ ഓരോ തവണ യുദ്ധത്തിന് ഇറങ്ങുന്ന സമയത്തും സങ്കല്പം എടുക്കുന്ന അറിയാന് മുമ്പേ ഞാൻ ജയിച്ചു കഴിഞ്ഞു, ഞാൻ ജയിച്ചു കഴിഞ്ഞു, ഈ യുദ്ധത്തിൽ ഞാൻ വിജയിച്ചു കഴിഞ്ഞു. യുദ്ധത്തിന് മുമ്പേ ആള് വിജയം പ്രഖ്യാപിക്കുമായിരുന്നു എന്നാണ് പറയണത്. ബാബ എന്താ പറയണേ? നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു അതായിത്തീരും. സങ്കല്പം എപ്പോഴും എന്തായിരിക്കണം? ഏത് കാര്യത്തിന് ചൂടുവെക്കുകയാണെങ്കിലും ശുഭസങ്കല്പം, ശുഭാപ്തി വിശ്വാസം, വിജയം അല്ലേ, വിക്ടറി, വിജയത്തിന്റെ സങ്കല്പവും അപ്പൊ അതിനനുസരിച്ചുള്ള എഫർട്ടുകളും അത്രയും പോസിറ്റീവ് എനർജിയുടെ സപ്പോർട്ട് നമുക്ക് ഉണ്ടാക്കും. അതുകൊണ്ടാണ് ബാബ പറഞ്ഞേ, നിങ്ങള് തോൽക്കാനുള്ള പ്രയത്നമല്ല ചെയ്യേണ്ടത്. ഇടയ്ക്കിടയ്ക്ക് പറയില്ലേ ബാബ, ഞാൻ നിങ്ങളെ രാജയോഗ പഠിപ്പിക്കണം, പ്രജായോഗ അല്ല. കർമ്മേന്ദ്രിയങ്ങൾക്ക് മുന്നില്, വികാര വിക്ഷോഭങ്ങൾക്ക് മുന്നില്, ബാഡ് ഫീലിങ്സുകൾക്ക് മുന്നിൽ തോൽക്കാനല്ല ഞാൻ നിങ്ങളെ പഠിപ്പിക്കണേ. രാജാവായി രാജയോഗ്യതയോടെ ജയിക്കാനുള്ള യോഗവിദ്യയാണ് രാജയോഗം ഭഗവാൻ പഠിപ്പിക്കണേ. നമ്മുടെ ബാബ ഇന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ച ഒരു മഹാവാക്യം എന്താണ്? നിങ്ങൾ ആവർത്തിച്ച് തോറ്റുകൊണ്ടിരുന്നാൽ, തെറ്റുകളുടെ മേൽ തെറ്റുകൾ ആവർത്തിച്ചുകൊണ്ടിരുന്നാൽ, ബാബ എന്താ വാണിംഗ് തന്നത്? തെറ്റുകൾ ആവർത്തിച്ചുകൊണ്ടിരുന്ന അല്ലേ, തെറ്റുകൾ ആവർത്തിച്ചുകൊണ്ടിരുന്ന ബാബ നിങ്ങൾക്ക് മാല കെട്ടേണ്ടി വരും, അല്ലെങ്കിൽ മാല മറ്റുള്ളവർക്ക് ഇട്ടുകൊടുക്കേണ്ടി വരും. നിങ്ങളുടെ കഴുത്തിൽ വിജയമാല വന്നു വീഴണമെങ്കിൽ, കാരണം വിജയിക്കുന്നവർക്കാണ് കഴുത്തിൽ മാല. ദേവീ ദേവന്മാർക്കെല്ലാം മാല ചാർത്തി കൊടുക്കാറുണ്ട്. ക്ഷേത്രത്തിൽ പോകുന്നതേ മാലയും കൊണ്ടാണ്. മാല കൊണ്ടുപോകുന്നവര്, വാങ്ങിക്കൊണ്ടു പോകുന്നവര് അല്ലെ, പൂജാരി പോലും അവിടെ മൂർത്തിക്ക് മാല ഇട്ടു കൊടുക്കുന്ന ആളാണ്. പക്ഷെ മൂർത്തി, ശ്രീകോവിലിനുള്ളിലിരിക്കുന്ന മൂർത്തി മാല അണിഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ്. അതാണ് വ്യത്യാസം. ബാബ പറഞ്ഞു, നിങ്ങൾ തോറ്റു കഴിഞ്ഞാൽ, ആവർത്തിച്ച് തോറ്റാൽ മാല കെട്ടുന്നവരും മാല ഇട്ടു കൊടുക്കേണ്ടവരുമായിട്ട് മാറും. അതേസമയം നിങ്ങൾ വിജയിക്കുകയാണെങ്കിൽ മാത്രമേ നിങ്ങളുടെ കഴുത്തിൽ വിജയമാല വന്ന് വീഴുള്ളൂ. ബാബ എത്ര വലിയ സീക്രട്ടാണ് ലൈഫിന്റെ നമുക്ക് മുന്നിൽ നിന്ന് അനാവരണം ചെയ്താൽ. നമ്മൾ നോക്കണം, ഒരു ദിവസം അല്ലെ, ബാബ എപ്പോഴും പറയും, ഒരിക്കലും ഒരു തെറ്റ് പിന്നീട് ഒരിക്കലും ആവർത്തിക്കരുത്. ഒരിക്കലും ഉണ്ടായ തെറ്റ് ആവർത്തിക്കുക, അല്ലാതെ സെയിം തെറ്റ് റിപ്പീറ്റ് ചെയ്യുക. സോറി കേട്ടോ, ഞാൻ അറിയാതെ പറഞ്ഞു ചെയ്തു പോയി, സോറി കേട്ടോ, സോറി. വെറുതെ സോറി കേട്ടോ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? ഭഗവാൻ എന്താ പറയണേ? ജ്ഞാനം എന്തിനുള്ളതാണ്? തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ, തിരുത്താൻ. ഞാൻ എന്നെ തിരുത്തുക എന്നുള്ളതാണ് എനിക്ക് എന്നോട് ചെയ്യേണ്ട ഏറ്റവും വലിയ കൃപ, ഉപകാരം, ഏറ്റവും വലിയ ഉപകാരം. അതുകൊണ്ടാണ് പറഞ്ഞ ബാബ, നിങ്ങള് കഴുത്തിൽ മാല വീഴുന്നവരാകണം. വിജയിക്കാണ് മാല കിട്ടുക, തെറ്റുകൾ ആവർത്തിക്കരുത്. ഭഗവാന്റെ ഇന്നത്തെ വിശേഷ വാണി. അപ്പൊ ബാബ
ഈ സന്ധ്യാവന്തന സമയത്ത് നമുക്ക് വിശേഷിച്ചെന്ന് പറഞ്ഞല്ലേ ബാബ, മാസ്റ്റർ സർവശക്തിവാൻ ഭവ, സർവശക്തിവാന്റെ കുട്ടിയാണ് എന്ന സ്മൃതിയാണ് നമ്മളുടെ ഉള്ളിലെ ശക്തികളും എനർജി ചെയ്യാൻ സഹായിക്കുന്നത്. ശക്തികളാണ് നമ്മളെ വിജയിയാക്കി മാറ്റുന്നത്. ഇന്നത്തെ സന്ധ്യായോഗത്തിൽ നമുക്ക് സ്വയം സർവശക്തിവാൻ പ്രഭുവിൽ നിന്ന് ശക്തി ആർജിക്കുകയും ഒപ്പം നമുക്ക് ബാബയിൽ നിന്ന് കിട്ടിയ ശക്തി ഉപയോഗിച്ചുകൊണ്ട് നമുക്കും വിജയിയായി മാറാം, സർവരും വിജയിയായി മാറട്ടെ എന്ന് ശുഭസങ്കല്പം വെച്ച് എല്ലാ വിക്രമങ്ങളെയും ഭസ്മമാക്കാം, സർവവിഘ്നങ്ങളെയും അല്ലേ ഭസ്മീകരിക്കണം. എല്ലാവരും എല്ലാ വിഘ്നങ്ങളിലും വിജയികളാകട്ടെ. പരമാത്മശക്തി ഉപയോഗിച്ച്, ആത്മശക്തി ഉപയോഗിച്ച്, ജ്ഞാനത്തിന്റെ ശക്തി ഉപയോഗിച്ച്, ഡ്രാമയാകുന്ന അല്ലേ മാതാവിന്റെ ശക്തി ഉപയോഗിച്ച് സർവരും വിജയികളായിട്ട് മാറട്ടെ. ആ ഒരു ശുഭസങ്കല്പത്തിൽ നിന്ന് നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാം.